ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉയർന്ന താരിഫ് പ്രഖ്യാപിച്ച് അത് നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഇന്ത്യ തീരെ ഗതികെട്ട ഒരു രാജ്യമായി മാറുമെന്നായിരുന്നു അമേരിക്കയുടെ കണക്കൂട്ടൽ. പക്ഷേ നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ ആ GST മാജിക് അത് ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നിലേക്കാണ്. രാജ്യത്തെ ചരക്ക് സേവന നികുതി നിരക്കുകൾ കുറയ്ക്കാനുള്ള സർക്കാരിൻ്റെ ഈ ഞൊടിയിടയിലുള്ള നീക്കത്തിൽ രാജ്യത്തെ കാർ വിപണിയിൽ കനത്ത ഉണർവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. GST 5%, 18% എന്നിങ്ങനെ 2 നിരക്കുകൾ മാത്രമാക്കുന്ന പ്രഖ്യാപനത്തെ തുടർന്ന് കാർ ഷോറൂമുകളിൽ വില കുറയുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നതോടെ വാഹന വില കുത്തനെ കുറയുന്ന പ്രതീക്ഷയിൽ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം കൊണ്ട് രാജ്യത്തെ കാർ ഷോറൂമുകൾ തിരക്കനുഭവപ്പെടുകയാണ്. നിരക്ക് കുറഞ്ഞാൽ വേഗത്തിലൊരു വാഹനം ബുക്ക് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ആഗ്രഹം. ചെറു കാറുകൾക്കാണ് ഇപ്പോൾ അന്വേഷണം കൂടുതലും. സാധാരണ ഉത്സവകാല വിപണി തുടങ്ങുന്നതനുബന്ധിച്ചാണ് കാർ ഷോറൂമുകളിൽ അന്വേഷണം കൂടാറുള്ളത്, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന പൂജാ മഹോത്സവത്തിന്. എന്നാൽ ഇത്തവണ GST കുറയ്ക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിന് പിന്നിലെ അന്വേഷണങ്ങളിൽ 20% വരെ വർധന ഉണ്ടായി എന്നാണ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഗണേശോത്സവം കഴിഞ്ഞ് ദീപാവലിയോടനുബന്ധിച്ചാണ് രാജ്യത്ത് സ്വാഭാവികമായും ഉത്സവകാല വിപണി സജീവമാകുക. കാറുകൾക്കൊക്കെ നിലവിൽ 28% GST. ഇത് 18% കുറയുമ്പോൾ 1 ലക്ഷത്തിൽ താഴെ രൂപയുടെ ഇളവാകും ഇനി പുതിയ കാർ വാങ്ങുന്നവർക്ക് ലഭിക്കുക. കാർ വിലയിൽ 50,000 രൂപ മുതൽ 80,000 രൂപ വരെ വ്യക്തമായ കുറവുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലും. അന്വേഷണം കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിൽപ്പനയിൽ വർധന ഉണ്ടായിട്ടില്ല. കാരണം ഈ GST നിരക്ക് അത് നടപ്പായാൽ പിന്നെ രാജ്യത്തെ കാർ വില ഗണ്യമായി കുറയുമെന്ന് ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച